ISL-ൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. FC ഗോവയാണ് എതിരാളികൾ. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. അനിൽ വാസുദേവ് കൊച്ചിയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുകയാണ്. അനിൽ, ഇന്നത്തെ ജയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അനിവാര്യമാണ്? ഇപ്പോൾ മത്സരം 7:30 തുടങ്ങുക. സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ എത്രത്തോളം ആവശ്യമുണ്ട് അവിടെ ഇപ്പോൾ? ശ്രീലക്ഷ്മി, ഒരു നിർണായക പോരാട്ടത്തിനിറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കാരണം അവസാന 6 മത്സരങ്ങളിലും തോൽവി, സൂപ്പർ കപ്പിൽ ഉൾപ്പെടെ 6 മത്സരങ്ങളിൽ തോൽവിയാണ്. ഇനി ഈ ലീഗിൽ സീസണിൽ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിന് ഒരു ജയം അനിവാര്യമാണ്. എതിരാളികൾ ചില്ലറക്കാരല്ല, ഗോവയാണ്, കരുത്തരാണ്. അവരും വമ്പൻ ജയങ്ങളിലൂടെ മുന്നോട്ട് വന്നാൽ അവസാന 2 മത്സരങ്ങളിൽ മാത്രം തോൽവി എറിഞ്ഞൊരു ടീമാണ്. ഈ സീസണിൽ തന്നെ കേരളത്തെ ഒരു തവണ തോൽപ്പിച്ച ടീമാണ്. കേരളത്തിനെതിരെ ചരിത്രം നോക്കുകയാണെങ്കിൽ മുഖാമുഖം പോരാട്ടങ്ങളിലൊക്കെ തന്നെ വമ്പൻ റെക്കോർഡുള്ള ഒരു ടീമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജയിച്ചേ തീരൂ. അങ്ങനെ ഒരു ജീവൻ മരണ പോരിനിറങ്ങുകയാണ്. ആരാധകരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് ഇന്ന് കേരളം ജയിക്കോ? ജയിക്കണ്ടെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ ജയിക്കട്ടെ എന്ന് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ തോൽവി നേരിട്ടപ്പോ പല ആരാധകരും ഇപ്പൊ ആളുടെയൊക്കെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. തിരിച്ചുവരവാണ്. 2-1 എന്തായാലും ജയിച്ചിരിക്കും, ഉറപ്പാണ്. ഇന്ന് തിരിച്ചു വരും, വീണ്ടും പഴയ പോയിന്റ് നേടിയെടുക്കും, വീണ്ടും 1ാം സ്ഥാനം തന്നെ തിരിച്ചു വരും. ഈ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങളുടെയൊക്കെ ഒരു പരിക്കൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇപ്പൊ കോച്ചൊക്കെ അതിനൊക്കെ വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അതൊന്നും ബാധിക്കുന്ന തോന്നില്ല. കളി നല്ല 2-1, 3-1 സ്കോർ ജയിക്കാൻ ചാൻസ് ഉണ്ട്. കേരളം എന്തായാലും ജയിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ശ്രീലക്ഷ്മി, ആരാധകരൊക്കെ തന്നെ ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഈ ആരാധകരുടെ കുറച്ച് ആവേശങ്ങളിലേക്കൊക്കെ തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഗോവൻ ഫാൻസും ഇത്തവണ കളറാക്കാൻ ഗോവൻ ഫാൻസും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ഗോവൻ ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് തവണ പ്രതീക്ഷ? വാട്ട്സ് യുവർ എക്സ്പെക്ടേഷൻസ്? ഇന്ന് എന്തായാലും ജയിക്കും. ഗോവ ജയിച്ചിട്ട് കലൂരിന്ന് പോകും. ഇവിടെ വലിയ എതിരാളികൾക്ക് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ നരകമാണെന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു നരകമൊന്നും ഉണ്ടാവില്ലേ? ഞങ്ങളുടെ ഇതിൽ വന്നിട്ട് ഞങ്ങൾ അതിനെ കാണിച്ചു കൊടുത്തേക്കണ്. 1-0 പൊട്ടിച്ചു. അതേ അവസ്ഥ പടി ഉണ്ടാവും. എന്നെ പറയുന്നത് എന്തായാലും കേരളത്തിനെതിരെ ഒരു ജയം ഉണ്ടാവുന്നു. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഗോവ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അത് ഇത്തവണ അതേപോലെ തന്നെ കേരളവും നല്ല ഒരു ഇതിൽ തന്നെയാണുള്ളത്, തകർച്ചയിൽ തന്നെയാണുള്ളത്. കോവിഡ് 2 കൈനാളി 2 കളി തോറ്റണെങ്കിലും അവർ നല്ല രീതിയിൽ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ടീമിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും തിരിച്ചു വരും. ഈ ട്രാവലിംഗ് ഫാൻസ് എന്തായാലും അവരും വലിയ പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇതിന് മറുപടി കൊടുക്കാൻ കേരള ആരാധകർക്കാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് കേരളത്തിന്റെ ആരാധകരുടെ പ്രതീക്ഷ? ആരാ ഗോൾ അടിക്കാൻ തോന്നുന്നു? ഫെദോ തവണ അടിക്കോ? ഫെദോക്കെതിരൊക്കെ ഭയങ്കര വിമർശനം വരുന്നു. കഴിഞ്ഞ കളികളിലൊന്നും കളിച്ചില്ല എന്ന് പരാതി പറയുന്നു. എന്താ കുറച്ചുകൂടി ആരാധകരൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷ? അല്ല, ജയിക്കണമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണ തോറ്റിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാച്ച് എങ്ങനെ ജയിക്കണമെന്നാണ്. ഗോവൻ 2 മാച്ച് മാറി കുറെ പേര് നിപ്പുണ്ട്. എന്നാലും നമ്മൾ തന്നെ ജയിക്കുന്നതാണ് എന്റെ വിശ്വാസം. ശരിക്കും പറഞ്ഞ ഇവിടെയൊക്കെ വരുമ്പോൾ വലിയൊരു ജനസാഗരമാണ് കാണുന്നത്. നല്ലൊരു വൈബാണ് ഇവിടെ. കാരണം കുറെ പേര് കുറെ ദൂരം നിന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെ നല്ല ഒരു എൻതൂസിയാസ്റ്റിക് ഭയങ്കര എക്സൈറ്റ്മെന്റാ. ശരിക്കും പറഞ്ഞാൽ ട്രൂ ഫാൻസ് ഇല്ലെന്നാണോ? അതായത് ഒരു 2 കളി തോക്കുമ്പോഴേക്കും തള്ളിപ്പറയുക എന്നുള്ളതാണോ? പിന്നെ ഫാൻസ് ഉണ്ട്. പക്ഷെ ഈ പഴയ ഒരു തിരക്കും ഒന്നും കാണുന്നില്ല. ഈ 2 കളി തോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 2 തിരിച്ചടി നേരിടുമ്പോഴേക്കും കൈവിടുന്ന ആളുകളാണോ കേരളത്തിന്റെ ഫാൻസ്? ഒട്ടുമല്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 3 മാച്ച് പോയതിന്റെ ഒരു പ്രശ്നം. ഇന്ന് ഗോവ തോക്കും. ഇന്ന് ഗോവ തോറ്റിരിക്കും. ഇന്ന് കേരളമാണ് ജയിക്കുന്നത്. കേരളം ഇപ്പൊ ഗോവൻ ആരാധകരെ കണ്ടിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഗോവയിൽ വന്ന് തോൽപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ കളി പഞ്ചാബിന്റെ കളി വന്നപ്പം നമ്മുടെ ഈ ഫാൻസ് തന്നെ ഇവിടെ ഇത്ര ആൾ പോലും ഇല്ലായിരുന്നു. ഞാനും കഴിഞ്ഞ കളി പഞ്ചാബിന്റെ കളിയാണ് ഇവിടെ തന്നെ വന്നയാ. ഇത്ര ആൾക്കാർ പോലും ഇല്ലായിരുന്നു. കുറഞ്ഞ നിരക്കി വന്നിരുന്ന കളിയും കണ്ട് നമ്മൾ തോറ്റ് നമ്മുടെ പ്ലെയേഴ്സിനെ അവിടെ നിന്ന് തെറി വിളിക്കുന്ന രീതിയിലുള്ള സംസാരം എല്ലാം അവിടെ വന്നായിരുന്നു. അങ്ങനെയുള്ള സംസാരം എല്ലാം വന്നിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മള് ഫുട്ബോൾ കളി കാണാൻ വന്നവരാണ്. കളി കാണുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. ശരി അനിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ആരാധകരൊക്കെ ആവേശത്തിലാണ്.